ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് നാഫ്, അറിയാമല്ലോ, എപ്പോഴും പറയുന്ന പോലെ തന്നെ ടീച്ചറാണ്. അപ്പോൾ കുറച്ച് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നേരം വൈകാതെ തന്നെ കുറേ വേക്കൻസീസ് വായിക്കാനുണ്ട്. സോ വെറുതെ ഡ്യൂറേഷൻ കൂട്ടണ്ട, സോ പെട്ടെന്ന് തന്നെ വായിക്കാം. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം പെട്ടെന്ന് തന്നെ. ഫസ്റ്റത്തത് ഏത് സ്കൂളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള സ്കൂളുകളാണ് ഫസ്റ്റ് ലിസ്റ്റ് വായിക്കുന്നത്. അപ്പോൾ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, പോസ്റ്റ്, കാറ്റഗറി, സബ്ജക്റ്റ്, ഡിസിപ്ലിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പരിപാടികൾ വരുമ്പോൾ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്പറൊക്കെ. ഓക്കെ, അപ്പം അത് നോട്ട് ചെയ്യാം. സോ ഫസ്റ്റ് കൂത്തുപറമ്പ് GHHSS ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ടീച്ചറിൻ്റെ വേക്കൻസി ഉള്ളത്. അതിൽ അറബിക്കും അതേപോലെ തന്നെ ഇംഗ്ലീഷും. ഈ അറബിക്ക് നടക്കുന്നത് 11 മണിക്കാണ്, മെയ് 25-ാം തീയതിയാണ്, 11 മണിക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് നടക്കുന്നത് 2 മണിക്കാണ്, ഉച്ചക്കുമാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ചെറുവാഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ടെമ്പററി വേക്കൻസിയാണ് ഹൈസ്കൂൾ ടീച്ചറായിട്ട്. സോഷ്യൽ സയൻസിനാണ് ഇതുള്ളത്. അത് മെയ് 25-ാം തീയതി 11 മണിക്ക് നടക്കും. ഓക്കെ, 11 മണിക്ക് അത് നടക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഏരിയ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മലഗിരി കോളേജ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഏരിയയിലാണ് ഈ സ്കൂൾ വരുന്നത് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തത് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ആർട്ട് ആൻഡ് സയൻസ് കോളേജാണ്. അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിനായിട്ടാണ് ആവശ്യം. ഏതൊക്കെ വിഷയങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, അപ്ലിക്കേഷൻസ് മാനേജ്മെൻ്റ് ഉണ്ട്, ന്യൂട്രീഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, ഹിന്ദി, മാത്സ്, അതേപോലെ തന്നെ മൈക്രോബയോളജി എന്ന് പറയുന്ന വിഷയങ്ങൾക്കൊക്കെ അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ആവശ്യമുണ്ട്. നെറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ ഇത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക. മെയ് 25-ാം തീയതിയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ടൈം. മെയ് 26-ാം തീയതി നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന നമ്പർ, ഓക്കെ, ഈ 2 നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാം. പിന്നെ അതേപോലെ തന്നെ CV ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന Gmail അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് അയക്കാം. ഓക്കെ, അപ്പോൾ മെയ് 25-ാം തീയതി ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്യൂംസ് അയക്കാം. പിന്നെ അതേപോലെ തന്നെ ആ നമ്പറിൽ ജസ്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ച് ചോദിച്ചു നോക്കുക. ഓക്കെ, ഡേറ്റ് മാറ്റിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വിവരം അറിയാൻ വേണ്ടി അതൊന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ്ങും അതേപോലെ തന്നെ ആർട്ട് ടീച്ചർ. ഓക്കെ, ഡ്രോയിങ്ങിൻ്റെ ടീച്ചേഴ്സിൻ്റെ ആരോന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഡ്രോയിങ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടോയെന്ന്. അപ്പം കണ്ണൂരിൽ വേക്കൻസി ഉണ്ട്. ഗ്രാഫിക് ഡിസൈനറിനും അതേപോലെ തന്നെ ആർട്ട് ടീച്ചറിൻ്റെയും വേക്കൻസി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. മെയിലായിട്ടാണ്, ഫീമെയിൽ അല്ല വേണ്ടത്, മെയിലാണ്. സോ അതും പാടെ നോക്കുക. ഇവർക്കൊക്കെ ഉള്ളതൊക്കെ ഈ ഒരു ടൈം തന്നെയാണ്, മെയ് 25-ാം തീയതി തന്നെയാണ് അവരൊക്കെ ടൈം. മെയ് 26-ാം തീയതിയാണ് അവരൊക്കെ ടൈം. ഈ നമ്പറിൽ വിളിക്കുക, CV അയക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ അടുത്ത സ്കൂൾ എന്ന് പറയുന്നത് ചാലാട് കപില ഗവൺമെൻറ് UP സ്കൂൾ. പേര് വായിക്കണം, നോക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പം ആ സ്കൂളിലുള്ള വേക്കൻസി UPSTക്കാണ്, ടെമ്പററി വേക്കൻസിയാണ്. ഓക്കെ, ജനറൽ വിഭാഗത്തിലുള്ള ആൾക്കാർക്കൊക്കെ പോവാം. മെയ് 26-ാം തീയതി 11 മണിക്ക് അവിടെ നടക്കും. ഓക്കെ, അത് നോക്കുക. പിന്നെ അടുത്തത് ചിറ്റാരിപ്പറമ്പ് ഗവൺമെൻറ് HHSS അത് ഡെയിലി വേജിനാണ്, ഹൈസ്കൂൾ ടീച്ചേഴ്സിനാണ്. ഫിസിക്കൽ സയൻസിനാണ് ആവശ്യം. മെയ് 26-ാം തീയതി ആണ് ഇൻ്റർവ്യൂ നടക്കുക. 10 മണിയാകുമ്പോൾ നിങ്ങൾ പോകണം. ഓക്കെ, നമ്പർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അടുത്തത് പയ്യന്നൂർ ആർമി. ഓക്കെ, വെയിറ്റ്, പയ്യന്നൂർ സാലുവേഷൻ ആർമി UP സ്കൂള്. ഓക്കെ, അപ്പം അവിടെ LPSTക്ക് ഡെയിലി വേജിന് ആവശ്യമുണ്ട്. ജനറൽ വിഭാഗത്തിലാണ്. മെയ് 26 ട്യൂസ്ഡേ ആണ് നടക്കുക. 10:30 ആകുമ്പോൾ നിങ്ങൾ ചെല്ലണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്തത് കാണിക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമന്തളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ ജൂനിയർ വിഭാഗത്തിലാണ് ആവശ്യം. ജൂനിയർ വിഭാഗത്തിന് ഡെയിലി വേജിന് കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ഈ 3 വിഷയത്തിന് അവിടെ ആവശ്യമുണ്ട്. മെയ് 26-ാം തീയതിയാണ് നടക്കുക. 10 മണി, രാവിലെ 10 മണിക്ക് നടക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കരിവെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HHSST ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. ജൂനിയർ ഡെയിലി വേജ് ആയിട്ടാണ്. ഇംഗ്ലീഷ്, ഹിസ്റ്ററി, കൊമേഴ്സ്, എക്കണോമിക്സ്. മെയ് 26-ാം തീയതി ഏകദേശം 10 മണിയാകുമ്പോൾ നടക്കും കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേക്കൻസി ഉണ്ട്. HHST തന്നെയാണ്, എന്താ പറയുക, നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെയാണ്. പൊളിറ്റിക്സ്, അതേപോലെ തന്നെ കൊമേഴ്സ്, അക്കൗണ്ടൻസി എന്നീ പറയുന്ന വിഷയങ്ങൾക്കൊക്കെ
ഇതുണ്ട്. മെയ് 26-നാണ് നടക്കുക, 11 മണിയാവും കേട്ടോ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ പെരിങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSTക്ക് ഡെയിലി ബേസിന് തന്നെ ഫിസിക്സിന്, കെമിസ്ട്രിക്ക്, ബോട്ടണി, കൊമേഴ്സ് ഇതിനൊക്കെ ആവശ്യമുണ്ട്. മെയ് 26 10 മണിയാകുമ്പോൾ നടക്കും. പിന്നെ അതുപോലെ തന്നെ മാതമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഓക്കെ, ഹയർ സെക്കൻഡറി വിഭാഗത്തിന് തന്നെയാണ് ഫിസിക്സിന്, കൊമേഴ്സിന്, സ്റ്റാറ്റിക്സിന്, ഓക്കെ, ഈ പറയുന്ന സംഭവത്തിന് നടക്കും. മെയ് 26 10:30 ആകുമ്പോൾ നിങ്ങൾ പോകണം. അടുത്തത് പയ്യന്നൂർ ഗവൺമെൻറ് ഗേൾസ് HSSലാണ് ഹയർ സെക്കൻഡറിയിൽ തന്നെ സ്റ്റാറ്റിക്സിന്, പൊളിറ്റിക്സിന്, പിന്നെ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, ഓക്കെ, സ്റ്റാറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും മെയ് 26 രാവിലെ 10 മണി. നമ്പറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടുത്തത് പയ്യന്നൂർ ബോയ്സ് HSSലാണ്. അവിടെ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ് മെയ് 26-നാണ് 10 മണിയാകുമ്പോൾ നടക്കും. അടുത്തത് തളിപ്പറമ്പ് ഗവൺമെൻറ് മൂത്തേടത്ത് HSSലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, കൊമേഴ്സ് മെയ് 26-ന് 10 മണിയാകുമ്പോൾ നടക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പയ്യന്നൂർ ഏടാട്ട് ഗവൺമെൻറ് HSSൽ ഡെയിലി വേജിന് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് മെയ് 26-ന് ട്യൂസ്ഡേ 10 മണിയാകുമ്പോൾ നടക്കും. അന്തൂർ തളിപ്പറമ്പ് PSMO ഗവൺമെൻറ് HSSലാണ്. അവിടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എക്കണോമിക്സിനാണ് ഒഴിവുള്ളത്. മെയ് 26 ട്യൂസ്ഡേ 11 മണിയാകുമ്പോൾ അവിടെ നടക്കും. അടുത്തത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് ടീച്ചറായിട്ട് കുറേ വിഷയങ്ങൾക്ക് ആവശ്യം തോന്നുന്നു. ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മലയാളം, ഫിസിക്കൽ എഡ്യൂക്കേഷനൊക്കെ ആവശ്യമുണ്ട്. മെയ് 29-ന് 10 മണിയാകുമ്പോൾ അവിടെ നടക്കും. പിന്നെ അതുപോലെ തലശ്ശേരി കാവുബംഗം ഗവൺമെൻറ് HSSലാണ് ടീച്ചർ വേക്കൻസി ഉള്ളത്. മാത്തമാറ്റിക്സിന്, ബോട്ടണി, ആന്ത്രോപോളജി എന്ന് പറയുന്ന വിഷയങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ട്. മെയ് 26-നാണ് 11 മണിയാണ് ടൈം. നമ്പർ അതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, വിളിച്ച് ചോദിച്ചു നോക്കുക. ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയും. ഓക്കെ. അതേപോലെ വേറൊരു നമ്പറുള്ള സ്കൂൾ ഏതായിരുന്നു? കണ്ണാടിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് ആണ്. മെയ് 29 നടക്കും. 10:30 ടൈം ആകുമ്പോഴാണ്. ഈ നമ്പറാണ്, ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം, എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാം. അതേപോലെ തന്നെ നെക്സ്റ്റ് കല്യശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെൻറ് VHSSലാണ്. VHSC സെക്ഷൻ ആട്ടോ. അവിടെ നോൺ വൊക്കേഷണലിന് ഇംഗ്ലീഷ് സീനിയർ വിഭാഗത്തിലും മാത്സ് സീനിയർ വിഭാഗത്തിലും ആവശ്യമുണ്ട്. വൊക്കേഷണലിന് പ്രിൻറ്റിങ്, ടെക്നോളജി, ക്ലോത്തിങ് ആൻഡ് എംബ്രോയ്ഡറി ഈ വർക്കിനൊക്കെ ആവശ്യമുണ്ട്. 11 മണിയാകുമ്പോഴാണ്. മെയ് 29 ഫോൺ നമ്പർ അതാ 2 ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 2 ഫോൺ നമ്പറിൽ ജസ്റ്റ് വിളിച്ചു നോക്കുക, ചോദിച്ചു നോക്കുക. ഓക്കെ. എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾ അതിൽ വിളിച്ചിട്ട് നിങ്ങളെ CV ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. നല്ല CV ആവണം കൊണ്ടുപോകാൻ കേട്ടോ. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസും കൊണ്ടുപോകുക. അടുത്ത പരിയാരം KKN PMGV HSSലാണ്. മൾട്ടിപ്പിൾ സെക്ഷനവിടെ ഒഴിവുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൻഡർ ഗാർഡൻ ക്ലാസ്സസ്, അതേപോലെ തന്നെ സോഷ്യോളജി സീനിയർ, ഇംഗ്ലീഷ് ടീച്ചർ, ഹിസ്റ്ററി സീനിയർ ഈ വിഭാഗങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട്. കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിനൊക്കെ പുതിയ വേക്കൻസിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കട്ടോ. മെയ് 29 2:30 ഉച്ചയ്ക്ക് 2:30 ആകുമ്പോൾ, അതേപോലെ തന്നെ മെയ് 29 10 മണിയാകുമ്പോൾ, അതേപോലെ ജൂൺ 1-ന് 2:30 മണിയാകുമ്പോൾ, ജൂൺ 30-ന് 12 മണി. അപ്പോൾ അതൊക്കെ കിൻഡർ ഗാർഡന് മെയ് 29-നും, സോഷ്യോളജിക്ക് മെയ് 29 10 മണിക്ക്, കിൻഡർ ഗാർഡൻ മെയ് 29 2:30 ഉച്ചയ്ക്ക് 2:30, ഇംഗ്ലീഷ് ടീച്ചറിന് ജൂൺ 1 ഉച്ചയ്ക്ക് 2:30, ഹിസ്റ്ററി സീനിയർ ജൂൺ 30 12 മണിയാകുമ്പോൾ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഡേറ്റ് അഡ്ജസ്റ്റഡ് ബൈ പ്രിൻസിപ്പൽ. ഓക്കെ, നോക്കണ്ട. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് നമുക്ക് പറയാനുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലക്കോട് കനിയഞ്ചാൽ ഗവൺമെൻറ് HSSലാണ്. HSST വിഭാഗത്തിന് ഇംഗ്ലീഷ്, മലയാളം, ബോട്ടണി എന്നീ വിഭാഗങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട്. മെയ് 30 11 മണിയാകുമ്പോൾ ചെല്ലും കേട്ടോ. ഓക്കെ. ഇംഗ്ലീഷ് സീനിയർ, മലയാളം സീനിയർ, ബോട്ടണി ജൂനിയർ ഈ വിഭാഗങ്ങളിലേക്കാണ് ആവശ്യം. അവിടുത്തെ ചെറുപുഴ തിരുമേനി ഗവൺമെൻറ് HSSൽ ഗസ്റ്റ് ടീച്ചറായിട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. ജനറൽ സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. മെയ് 30 പോസ്റ്റ് പോണ്ട് ചെയ്തതാണ്. 28 ആയിരുന്നു അതിൻ്റെ ടൈം പറഞ്ഞിരുന്നത്. മെയ് 30 മാറ്റിയിട്ടുണ്ട്. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാം കേട്ടോ. അടുത്ത 7ാം കോട്ടില ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവോളജി സീനിയർ, പൊളിറ്റിക്കൽ സയൻസ് സീനിയർ, ഇംഗ്ലീഷ് ജൂനിയർ ഈ വിഭാഗങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട്. ഏകദേശം ജൂൺ 2 10 മണിയാകുമ്പോൾ അവിടെ നടക്കും കേട്ടോ.
അതുപോലെ തന്നെ മട്ടന്നൂർ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ HHST SST വിഭാഗത്തിൽ ടെമ്പററി വേക്കൻസിയാണ്, എക്കണോമിക്സ് ഉണ്ട്. അതേപോലെ ജൂൺ 8 10 മണിയാകുമ്പോൾ ആണ് ചെല്ലേണ്ടത് കേട്ടോ. ജൂൺ 8 ടൈമുണ്ട്. നെക്സ്റ്റ് ഇരിട്ടി ഉളിയിൽ ഗവൺമെൻറ് UP സ്കൂളിൽ UPSC വിഭാഗത്തിന് ജനറൽ വിഭാഗത്തിലാണ് ട്യൂസ്ഡേ 11 മണിയാകുമ്പോഴാണ് നടക്കുക. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, നമ്പർ ഉള്ളത് വിളിച്ചു നോക്കുക, CV കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക. പിന്നെ കേട്ടറ്റ് യോഗ്യതയുള്ള ആൾക്കാരായിരിക്കണം ഇനി അങ്ങോട്ട് ഗവൺമെൻറ് സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കേട്ടറ്റ് ഇല്ലാത്തവർക്ക് എന്തായാലും നടക്കലുണ്ടാവില്ല. സോ കേട്ടറ്റ് എത്രയും പെട്ടെന്ന് എങ്കിലില്ല, അങ്ങനൊരു കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ.